ഇയാള് ഇങ്ങനെ ചെയ്യുന്ന പോലീസുകാരനെ അപ്പോഴെന്താ പറയേണ്ടത്? വി ഡി സതീശൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സതീശനോട് പറയുന്നു, സതീശ ഇങ്ങനെയൊക്കെ പറ്റി നാളെ മുതൽ ഇവിടുത്തെ പോലീസ് സംശുദ്ധമായ പോലീസ് ആയിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഞാനിതാ പിടിച്ചു പുറത്താക്കുന്നു. ഇതല്ല പറയേണ്ടത്. എങ്കിൽ നമ്മൾ കയ്യടിക്കില്ലേ? ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന് കയ്യടിക്കണമെന്നാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് നിയമിച്ച നമ്മുടെ ഈ പണിക്കാരൻ നല്ല പണിക്കാരനാകുമ്പോൾ നമ്മൾ അയാളെ പുറത്തു കെട്ടിയിട്ട് ബലെ ബാഷ് നടക്കട്ടെ എന്ന് നമ്മൾ പറയണം. അതിനിമാതിരി ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ? എന്നിട്ട് പറയുന്നു ഈ പോലീസുകാരൊക്കെ നല്ലവരാണ്. ഇന്നലെ നിരന്തരം, അതായത് കുന്നംകുളം സംഭവം, PG സംഭവം, അത് കഴിഞ്ഞിട്ട് അടൂര്, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ 10ഓ 20ഓ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ആരോ എഴുതി കൊടുത്ത വാറോല ഈ മനുഷ്യൻ വായിക്കുകയാണ്. നിങ്ങളൊന്നും കൂടി കാണണം കേട്ടോ. ഇയാളുടെ ശരീരഭാഷ കള്ളന്റെ ശരീരഭാഷയാണത്. തല താഴ്ത്തിപ്പിടിച്ച് കറുത്ത മുഖത്തോടെ വായിക്കുകയാണ് ഇത്. അതായത് പോലീസുകാരൊന്നും ചെയ്തിട്ടില്ല. പോലീസുകാർ ഇങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ട് വരുന്നു, അപ്പൊ അയാൾ കുറ്റവാളിയല്ല എന്ന് പറയുന്നു, പുറത്തേക്ക് വിടുന്നു, അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നു. മറ്റേ ആള് വരുന്നു, അയാള് കുറ്റം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു, അയാളെ വിടുന്നു. ഈ വിടുന്നവരൊക്കെ മരിച്ചു പോവുകയാണ്. കൂമ്പ് കലക്കിയിട്ടാണ് വിടുന്നത് എല്ലാവരെയും. എന്ന് പറയുന്നു ഹൃദയസ്തംഭനമാണ്. ഏറ്റവും ഇന്നലെ നിയമസഭയിൽ അരങ്ങേറിയ ദൃശ്യങ്ങൾ കണ്ടാൽ കേരളത്തിലെ ഒരു മനുഷ്യനും, കേരളത്തിലെ ഈ മനുഷ്യന്റെ ഈ പറയുന്ന മേദ്യം തിന്നാത്ത ഒരു മനുഷ്യനും ഇയാൾക്ക് വോട്ട് ചെയ്യില്ല, ഇയാളുടെ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യില്ല. അത്രമാത്രം ജനം വെറുത്തു കഴിഞ്ഞു, മനുഷ്യനെ വെറുത്തു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനൊരു മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇങ്ങനൊരു ഭരണാധിപൻ ഉണ്ടാവുമോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നേ. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരമില്ല, ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ആരാണ്? പിണറായി വിജയനാണ്. അത് യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെ നിയമസഭയിലെ ഈ മനുഷ്യന്റെ പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് കേട്ടോ. ആ പ്രസംഗം കൂടി കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ, ഇയാൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ക്രൂരന്മാരിൽ ക്രൂരനാണ് പിണറായി വിജയൻ എന്നായിരിക്കും പറയുക. നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതായത് നമ്മൾ ഈ കാഴ്ചകളിൽ നിന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ കള്ളക്കഥകളൊക്കെ ഒരുപാട് പറയായിരുന്നു. ഇന്നതല്ല. കാരണം സുജിത്ത് എന്ന് പേരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് കൂമ്പിലിട്ട് ഇടിക്കുന്നതും അതിക്രൂരമായി പോലീസുകാര്, ഒരു 4-5 പോലീസുകാര് വട്ടമിട്ടിരുന്ന് ഈ പാവം മനുഷ്യനെ ഇയാൾക്കൊന്ന് തിരിച്ചു തല്ലാൻ പോലും പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ ഒരു 5 പേരെ തല്ലാൻ വന്നാൽ നമ്മൾ തിരിച്ചു തല്ലല്ലോ. നമ്മളൊരു 5 ആള് നമ്മളങ്ങനെ തല്ലാൻ വന്നാൽ നമ്മളെന്ത് ചെയ്യുമെന്ന്? 5 ആള് വേണ്ട, ഒരാൾ നമ്മളെ തല്ലാൻ വന്നാൽ അല്ലെങ്കിൽ തല്ലിയാൽ നമ്മൾ സ്വാഭാവികമായും തിരിച്ചു തല്ലും. അതൊരു റിഫ്ലക്സ് ആക്ഷനാണ്. നമ്മൾ വല്ല അടിക്കാറൊന്നും ആവണ്ട. പക്ഷെ പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസുകാര് ഒരാളെ തല്ലുമ്പോൾ ആ മനുഷ്യൻ തിരിച്ചു തല്ലാറില്ല. കാരണം ഇതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, പോലീസുകാരെന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവിടെ ചില അച്ചടക്കങ്ങളുണ്ട്. അവിടെ പോലീസുകാരെ നമ്മൾ കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നു അറിയോ? ഇത് ഒരു അവസരമായി കണ്ട് പോലീസുകാര് ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഈ പോലീസുകാരെ നിയമിക്കുന്നത് നമ്മളാണ്. ഞാൻ പണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ നമ്മുടെ പണിക്കാരാണ് എന്ന് പറയുന്നത് പോലെയല്ല. അതാണ് ശരി. ഇവരെ നമ്മൾ പണിക്ക് വെച്ചതാണ് ഇവരെ. കാരണം ഈ ഒരു സിസ്റ്റത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ കൂലിക്ക് കൊടുത്ത നമ്മളെ കൂലിപ്പണിക്കാരാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ, ഈ ജനപ്രതിനിധികളൊക്കെ. അല്ലാതെ ഇവര് തമ്പ്രാക്കന്മാരോ ഇവര് മഹാരാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒന്നുമല്ല. നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഈ ഒരു സിസ്റ്റത്തെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുത്ത് ചെല്ലും ചെലവും കൊടുത്ത് നമ്മൾ നിയമിച്ചിരിക്കുന്ന നമ്മളെ പണിക്കാരനാണ്. നമ്മളെ കാണുമ്പോൾ അവനെ എണ്ണീറ്റ് നിൽക്കണം. നമ്മളെ കാണുമ്പോൾ പിണറായി വിജയൻ എഴുന്നേറ്റ് നിൽക്കണം. സാർ എന്ന് നമ്മളെ വിളിക്കണം. നമ്മളാണ് ഇവനെ ഈ കസേരയിൽ ഇരുത്തിയത്. പറ്റില്ലെങ്കിൽ എണീറ്റ് പോടോ, കടക്ക് പുറത്ത് എന്ന് പറയേണ്ടവര് നമ്മളാണ്. നമ്മളിതാ പറയാനിരിക്കുന്നു 6-7 മാസം കഴിയുമ്പോൾ
കേരള ജനത ഒന്നടങ്കം പറയും, കടക്ക് പുറത്ത് വിജയ, മതി മതി. അവർ പുതിയൊരാളെ നിയമിക്കുന്നു. അതേപോലെയാണ് ഈ പോലീസുകാരെ യൂണിഫോമും കൊടുത്ത് അവർക്ക് ശമ്പളവും കൊടുത്ത് നിയമിക്കുന്നത് നമ്മളാണ്. കാരണം നമ്മുടെ നാടിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാവാൻ, നമ്മുടെ ജീവന്, നമ്മുടെ കുടുംബത്തിന്, നമ്മൾക്കൊക്കെ സ്വസ്ഥമായും സമാധാനമായും ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്വസ്ഥതയും സമാധാനവും തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോലീസുകാരെ നിയമിക്കുന്നത്. ഈ പറഞ്ഞ പോലീസുകാരൻ, നമ്മൾ നിയമിക്കുന്ന പോലീസുകാരൻ, നമ്മള് വീട്ടിന്റെ മുന്നിൽ ഒരു പട്ടിയെ പൈസ കൊടുത്ത് വാങ്ങിയാൽ ഈ പട്ടി നമ്മളെ കടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ നാളെ ചോദിക്കുക. ഒരു പട്ടിയെ വീട്ടിന് മുന്നിൽ നമ്മൾ കെട്ടിയിട്ട് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന മോഷ്ടാക്കളെയും അല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കുന്നവരെയൊക്കെ കടിക്കാനും അല്ലെങ്കിൽ നമ്മളെ വിവരം അറിയിക്കാനും നമ്മളെ ജാഗ്രതരാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പട്ടികളെ, കാവൽ നായ്ക്കളെ വളർത്തുന്നത്. ഇതേപോലെ ഒരു കാവൽ നായ്ക്കളെ പോലെയാണ് ഈ ഒരു പോലീസ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ സംരക്ഷിക്കാൻ, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷിക്കാനുമാണ് പോലീസുകാർ. ഇപ്പം ചെയ്യുന്ന പോലീസുകാർ എന്താ പണിയുന്നത്? നമ്മളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മുടെ കൂമ്പിനിട്ടിടിക്കുക, നമ്മുടെ ചെകിട്ടത്തടിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. കഴിഞ്ഞ ദിവസം എം ആർ അഭിലാഷ് ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ഇന്നലെ വിനു നൈസ ചർച്ചയിലെ എം ആർ അഭിലാഷ് ഒരു പാനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് നിരന്തരം ഈ ദൃശ്യം കാണിക്കുന്നുണ്ടായിരുന്നു. പീച്ചിയിൽ ഔസേപ്പ് എന്ന് പറയുന്ന ഈ ഹോട്ടൽ കച്ചവടക്കാരന്റെ മകനെയും മാനേജറെയും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ആ SI കരണത്തടിക്കുന്ന, ചെവിക്കുറ്റിക്ക് അടിക്കുന്ന ദൃശ്യമുണ്ട് കേട്ടോ. അഭിലാഷ് പറഞ്ഞത് ആ ദൃശ്യം കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ ചെകിട്ടത്താണ് അടിക്കുന്നതെന്നാ തോന്നുന്നത്. ശരിയാണത്. വീണ്ടും അത് കണ്ടു നോക്കുക. പോലീസുകാരൻ ആഞ്ഞടിക്കുകയാണ്. ഒരു മാനേജറുടെയും ഈ പറയുന്ന ഈ ഹോട്ടൽ മുതലാളിയുടെ മകന്റെയും മാനേജറുടെയും മുഖത്ത് ഈ SI ആഞ്ഞടിക്കുന്നു. അടിക്കുമ്പോ ഇവന്റെ കാരണ കുട്ടി പുകയ്ക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് പുകയ്ക്കുന്നില്ല? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസുകാരാണ്, പോലീസ് സ്റ്റേഷനാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയന്ത്രണം നമുക്ക് വരുന്നു. ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പോലീസുകാരെന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട്, സംരക്ഷണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നയിക്കുന്ന ഈ കാവൽ പട്ടികൾ, ഈ കാവൽ നായ്ക്കൾ, ഇവർ ചെയ്യുന്നതാണെന്നറിയോ? നമ്മളെ കടിച്ചു കുടയുന്നു. ഇതിനെല്ലാം ഉപരിയായി ഇവരെ എല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമിക്കുന്ന ഈ മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയും, ഈ ആഭ്യന്തരത്തിന് ചുമതലയുള്ള മുഖ്യമന്ത്രി, ഇതിനേക്കാൾ മുകളിൽ നമ്മൾ സ്ഥാനം കൊടുത്ത, നമ്മൾ പണി കൊടുത്ത, നമ്മൾ ഇങ്ങനെ ഒരു ഉദ്യമം ഏൽപ്പിച്ച, ഈ സിസ്റ്റത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം ഏൽപ്പിച്ച ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കാരണഭൂതം ഉണ്ടല്ലോ. കാരണഭൂതം എന്താ ചെയ്യുന്നത്? അതും ഇന്നലെ അഭിലാഷ് പറഞ്ഞ കാര്യമാണ്. ഇയാള് പോലീസുകാരുടെ വക്കീലാവുന്നു വിജയൻ. അതായത് പോലീസുകാർ അതിക്രമങ്ങൾ നടത്തുമ്പോൾ ചെയ്യരുത്, അതിക്രമം നടത്തുന്നവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ. എന്താണ് ഇത്ര ധൈര്യക്കുറവ് വിജയ? വിജയ, നിനക്കെന്താടോ ധൈര്യക്കുറവ്? ഈ പറയുന്ന ജനത്തിനെ മുതുകിട്ടിടിക്കുന്ന അല്ലെങ്കിൽ ഇവന്റെ കരണം പുകയ്ക്കുന്ന പോലീസുകാരനെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കാൻ, സർവീസിൽ നിന്ന് മാറ്റാൻ, ഈ പറയുന്ന കാക്കി കുപ്പായം അഴിച്ച് വലിച്ചെറിഞ്ഞ് ഇവനെ പടിക്ക് പുറത്താക്കാൻ നിനക്കെന്താടോ ധൈര്യക്കുറവ്? നീ ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എന്താണ്? നിനക്ക് ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്റെ ഗുണ്ടാപ്പടയുടെ, നിന്റെ തോന്നിവാസങ്ങൾക്കൊക്കെ ചൂട്ടുപിടിക്കുന്നത് ഈ ഗുണ്ടാപ്പടയാണ് കേട്ടോ. ഇതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ അടിയന്തര പ്രമേയം, അതായത് ഇതൊരു സംഭവമല്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പർവ്വതീകരിക്കുകയാണെന്ന്. ഒറ്റപ്പെട്ട സംഭവം. എന്നിട്ട് ഇയാൾ പറഞ്ഞു, കഴിഞ്ഞ താൻ അധികാരമേറ്റതിന് ശേഷം 140 145 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന്. ഒറ്റപ്പെട്ട സംഭവമായിട്ടേ ഒരു സ്ഥലത്ത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം, എന്നിട്ട് പറയുന്നു ഈ അതിക്രമം കാണിച്ച 142 പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കാണല്ലോ ഇതിന്റെ മൊത്തം, നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ക്രമീകരിക്കുന്ന ഈ ഒരു വ്യവസ്ഥ ക്രമീകരിക്കുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ തലപ്പത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൂലി കൊടുത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ കാരണഭൂതത്തിനാണ് ഈ മൊത്തം സിസ്റ്റത്തെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട, ഇതിനെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്ക് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ കുഴൽനാടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കുഴൽനാടൻ പറയുന്നു, അതായത് മുഖ്യമന്ത്രി നേരും നെറിവുമുള്ളവനാണെങ്കിൽ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി നേരും നെറിവുമുള്ളവനാണെങ്കിൽ, മനുഷ്യപക്ഷത്താണ് എങ്കിൽ, സത്യത്തിനും നീതിക്കും
സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളാണ് എങ്കിൽ താഴെ നിൽക്കുന്ന പോലീസുകാർ ഒരിക്കലും ഈ പാവം മനുഷ്യരെ ഈ രീതിയിൽ തല്ലിച്ചതക്കില്ല. എന്തൊരു 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 പ്രസക്തമായ വാക്കുകളാണത്. അതല്ല ശരി. അപ്പോൾ ഈ പോലീസുകാർ ഈ തന്തയില്ലായ്മ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം അവർക്കറിയാം അതിന്റെ മുകളിലുള്ള തങ്ങളെ ഇവൻ ഒരു ചുക്കും ചെയ്യില്ല, കാരണഭൂതൻ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല. കാരണം ഇതിനേക്കാൾ നെറികെട്ടവനാണ് അവൻ എന്ന് ഈ കൂമ്പിടിച്ച് കിടക്കുന്ന പോലീസുകാരനറിയാം. അതുകൊണ്ട് മാത്രമാണ് അതല്ലാത്തൊരു മുഖ്യമന്ത്രി ആയിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതല്ലാത്ത ഇവിടെ ജനപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളുടെ ഹൃദയ അഭിലാഷങ്ങൾ അറിയുന്ന ജനകീയനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒന്നും രണ്ടുമല്ല, കുന്നംകുളവും പീച്ചിയും മാത്രമല്ല 10, 20, 25, 30 ഇത്തരത്തിലുള്ള സമാനമായ നടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞൊരു 3-4 ആഴ്ചകളായി നമ്മൾ കണ്ടത്. ഇതൊന്നും ആരോപണങ്ങളല്ല. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ദൃശ്യങ്ങൾ കാണുകയാണ്, ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. ചെകിട്ടത്തടിക്കുന്ന പോലീസ്, കൂമ്പിടിച്ച് കളിക്കുന്ന പോലീസ്, ഒരാളല്ല, കൂട്ടം ചേർന്ന് 5 പേർ കൂട്ടം ചേർന്ന് ഒരു മനുഷ്യനെ കൊല്ലാക്കൽ ചെയ്യുന്നു. എന്നിട്ട് സഭയിൽ വന്നിരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ ഈ പറയുന്ന അധമൻ ന്യായീകരിക്കുകയാണ്. പോലീസുകാരുടെ വക്കീൽ. അതാണ് MR അഭിലാഷ് പറഞ്ഞത്. ഇയാൾ പോലീസുകാരുടെ വക്കീലാണോ? ഇയാള് ഇങ്ങനെ ചെയ്യുന്ന പോലീസുകാരെ അപ്പോഴെന്താ പറയുന്നത്? VD സതീശൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സതീശനോട് പറയുന്നു, സതീശ ഇങ്ങനെയൊക്കെ പറ്റി നാളെ മുതൽ ഇവിടുത്തെ പോലീസ് സംശുദ്ധമായ പോലീസ് ആയിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും ഞാനിതാ പിടിച്ചു പുറത്താക്കുന്നു. ഇതല്ല പറയേണ്ടത്. എങ്കിൽ നമ്മൾ കയ്യടിക്കില്ലേ? ഓരോ ദിവസവും ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന് കയ്യടിക്കണമെന്നാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് നിയമിച്ച നമ്മുടെ ഈ പണിക്കാരൻ നല്ല പണിക്കാരനാകുമ്പോൾ നമ്മളയാളെ പുറത്തു കെട്ടിയിട്ട് ബലേ ബാഷ് നടക്കട്ടെ എന്ന് നമ്മൾ പറയണം. അതിനിമ്മതി ഈ മനുഷ്യൻ സമ്മതിക്കണ്ടേ? എന്നിട്ട് പറയുന്നു ഈ പോലീസുകാരൊക്കെ നല്ലവരാണ്. ഇന്നലെ നിരന്തരം, അതായത് കുന്നംകുളം സംഭവം, പീച്ചി സംഭവം, അത് കഴിഞ്ഞിട്ട് അടൂർ, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ 10, 20 സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ആരോ എഴുതി കൊടുത്ത വാറോല ഈ മനുഷ്യൻ വായിക്കുകയാണ്. നിങ്ങളൊന്നുകൂടി കാണണം കേട്ടോ. ഇയാളുടെ ശരീരഭാഷ കള്ളന്റെ ശരീരഭാഷയാണത്. തല താഴ്ത്തിപ്പിടിച്ച് കറുത്ത മുഖത്തോടെ വായിക്കുകയാണ് ഇത്. അതായത് പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ല. പോലീസുകാർ ഇങ്ങനെ ഒരാളെ പിടിച്ചുകൊണ്ടുവരുന്നു, അപ്പൊ അയാൾ കുറ്റവാളിയല്ല എന്ന് പറയുന്നു, പുറത്തേക്ക് വിടുന്നു, അന്വേഷണ കമ്മീഷൻ നിയമിക്കുന്നു. മറ്റേ ആള് വരുന്നു, അയാള് കുറ്റം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു, അയാളെ വിടുന്നു. ഈ വിടുന്നവരൊക്കെ മരിച്ചു പോവുകയാണ്. കൂമ്പ് കലക്കിയിട്ടാണ് വിടുന്നത് എല്ലാവരെയും. എന്ന് പറയുന്നു ഹൃദയസ്തംഭനമാണ്. ഏറ്റവും ഇന്നലെ നിയമസഭയിൽ അരങ്ങേറിയ ദൃശ്യങ്ങൾ കണ്ടാൽ കേരളത്തിലെ ഒരു മനുഷ്യനും, കേരളത്തിലെ ഈ മനുഷ്യന്റെ ഈ പറയുന്ന അമേദ്യം തിന്നാത്ത ഒരു മനുഷ്യനും ഇയാൾക്ക് വോട്ട് ചെയ്യില്ല, ഇയാളുടെ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യില്ല. അത്രമാത്രം ജനം മനുഷ്യനെ വെറുത്തു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഭരണാധിപൻ ഉണ്ടാവുമോ? ജനങ്ങളെ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ തല്ലി ചതിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന പോലീസിന്റെ വക്കീൽ. അതാണ് ഏറ്റവും ആപ്റ്റായ പദം. അതാണ് പോലീസിന്റെ വക്കീൽ. ഇത് എത്ര കാലം കൂടി നമ്മൾ സഹിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും ഒരു 7-8 മാസം നമ്മൾ ഇത് സഹിക്കണം. പക്ഷെ 7-8 മാസത്തിനുള്ളിൽ ഇനിയും എത്ര പേർ അതിന്റെ ഇടയ്ക്ക് പറയുന്നത് അറിയോ? ഇത് 3 വർഷം മുമ്പ് നടന്നതാണ്, ഇത് 2 വർഷം മുമ്പ് നടന്നതാണ്. ഇത് 2 വർഷം മുമ്പ് പോലീസുകാർ ഇടിച്ചുകൾ. ഇതെന്തുകൊണ്ട് 2 വർഷം മുമ്പ് നടന്നത് നമ്മൾ അറിഞ്ഞില്ല? ഇപ്പോഴാണ് അതിന്റെ CCTV ദൃശ്യങ്ങൾ വരുന്നത്. ചെകിട്ടത്തടിച്ച പോലീസുകാരനെ ആ CCTV ദൃശ്യങ്ങളൊക്കെ ഇതിന്റെ ഏമാന്മാർ കണ്ടതാണ്, ആഭ്യന്തരമന്ത്രി കണ്ടതാണ്. എന്നിട്ടാണ് SIA പ്രൊമോട്ട് ചെയ്യുന്നത്. SIA ക്രമസമാധാന ചുമതലയുള്ള CIA പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇതൊക്കെ പുറത്തു വന്നപ്പോഴാണ് 2.5 വർഷത്തിന് ശേഷം ഇയാളെപ്പോ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീച്ചിയിലുള്ള ആ CA സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസം 2.5 വർഷത്തിന് ശേഷം. എന്തുകൊണ്ട്? ഈ ദൃശ്യങ്ങൾ പുറത്തായപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്ത് വന്നല്ലായിരുന്നെങ്കിലോ ഇയാൾ സിയും നാളെ ഇയാൾ DGP ആകുമായിരുന്നു. ഇതാണ് ഞാൻ DGP എന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് റാവത ചന്ദ്രശേഖരനെ കുറിച്ച് ഓർത്തത്. റാവത അറിയില്ലേ? കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 സഖാക്കളെ മരണത്തിന് കാരണക്കാരൻ ഈ റാവത ചന്ദ്രശേഖരനാണ് എന്ന് DYFI-കാരെന്ന് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇയാളൊക്കെ നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അയാളെയാണ് ഇപ്പോൾ DGP ആക്കിയത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇയാൾക്ക് ഒരു മനുഷ്യനോടും മാനുഷിക വികാരമില്ലാന്നേ.
ഇയാൾക്ക് ആകെ സ്നേഹമുള്ളത് സ്വന്തം കുടുംബത്തോട് മാത്രം, സ്വന്തം മകളോട് മാത്രം, സ്വന്തം മകനോട് മാത്രം, സ്വന്തം ഭാര്യയോട് മാത്രം. അതിനപ്പുറം ഒന്നുമില്ല ഈ മനുഷ്യന്. സഖാക്കന്മാരെ വരെയല്ലേ കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതാവ്, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാവ്, ഇവരൊക്കെയാണ് പോലീസുകാർ തല്ലി ചതയ്ക്കുന്നത്. അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത്, അതൊക്കെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. എപ്പോ ഇയാളുടെ മോളെയാണ് ഈ ലോക്കപ്പിലിട്ട് ഈ വിധം മർദ്ദിക്കുന്നതെങ്കിൽ ഈ മനുഷ്യൻ, ഈ കാരണബോധം ഇങ്ങനെയാണോ പറയാ? ഇതാ മാതൃഭൂമിയിൽ വളരെ കൃത്യമായി, എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രങ്ങളിൽ വളരെ കൃത്യമായി ഈ മനുഷ്യന്റെ വികൃതമുഖം, പിണറായി വിജയൻ എന്ന് പറയുന്ന കാരണഭൂതത്തിന്റെ അതിക്രൂരമായ മുഖം മനസ്സിലാക്കണമെങ്കിൽ മാതൃഭൂമിയുടെ ഈ ഒരു ഭാഗം മാത്രം വായിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടി. ഇത് കേട്ടാൽ പോലും നിങ്ങൾ ഞെട്ടിപ്പോകും കേട്ടോ. ഒന്നാമത് എന്താണെന്നറിയോ? പ്രതിപക്ഷം പറയാണ്, അടൂരിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാർ തല്ലിക്കൊന്നു. അതാണ് ഒന്നാമത്തെ ആരോപണം. അടൂരിൽ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കി പോലീസുകാർ തല്ലിക്കൊന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറയാണല്ലോ, താഴോട്ട് നോക്കി നിന്നിട്ട് ഈ കാരണഭൂതം പറയുകയാണ്, ഇന്നലെ ഹൃദയ സംബന്ധമായ അസുഖമാണ് മരണകാരണം. ആലോചിച്ച് നോക്കണം. നമ്മള് പൈസ കൊടുത്തിട്ട് നമ്മളെ ഈ സിസ്റ്റത്തെ നേരാക്കുന്ന ആള് പറയാണേ, ഈ ഡിവൈഎഫ്ഐക്കാരനെ അടിച്ചു വന്നിട്ട് അടിയേറ്റിട്ടൊന്നുമില്ല മരിച്ചത്, അത് ഹൃദയസ്തംഭനം. എടോ, ഹൃദയം സ്തംഭിച്ചാലാണ് മരിക്കുക. ഹൃദയം സ്തംഭിക്കാനുള്ള കാരണമാണ് നിങ്ങൾ ഇടിക്കുന്ന ഈ കൂമ്പിലുള്ള ഇടി. ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും അതറിയാം. എന്നിട്ട് ഒളുപ്പും മാനവും ഇല്ലാതെ പറയുകയാണ്, നോക്കി വായിക്കുകയാണ്. എന്താണ്? ഹൃദയ സംബന്ധമായ അസുഖമാണ് മരണകാരണം. രണ്ടാമത്തത്, കുണ്ടറയിൽ പട്ടാളക്കാരൻ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. അതിന് മുഖ്യമന്ത്രിയുടെ ന്യായീകരണമാണ്, അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗവുമാണ് മരണകാരണമായത് എന്ന് തെളിഞ്ഞു. നോക്കണം, ഞാൻ പറയുന്നില്ല എന്താ ചെയ്യേണ്ടിയെന്ന്. പന്നിപ്പടകം പൊട്ടിക്കുകയാണ് വേണ്ടത്. എവിടെയാണെന്നറിയോ? അവിടെ തന്നെ. പിന്നെ പ്രതിപക്ഷം പറയുന്ന അടുത്ത കാര്യം, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ഇടയാക്കി. ആ കാര്യമാണല്ലോ നമ്മളെല്ലാവരും കണ്ടത്, ആ ദൃശ്യങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിയാണ് സുജിത്ത്. ഈ മനുഷ്യൻ പറയുന്നത് 11 കേസുകളിൽ പ്രതിയാണ് സുജിത്ത്. ഏതോ 11 കേസുകളിൽ പ്രതിയായ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂമ്മിനിട്ടിട്ട് അടിച്ചിട്ട് ഇവനെ ചെവിക്കുറ്റി അടിച്ചിട്ട് ഇവനെ ബധിരനാക്കുകയെന്നതാണോ 11 കേസുകളിൽ മനുഷ്യനോട് ചെയ്യേണ്ടത്? നിന്റെ പാർട്ടിയിൽപ്പെട്ട ഇവിടുത്തെ നിന്റെ മരുമകനടക്കം ഇവർക്ക് എത്ര കേസുകളുണ്ട്? ഇവന്റെ കേസുകൾ എന്താണ്? ഇവരാരെയും കൊന്നതോ ബലാത്സംഗം ചെയ്തോ ആയ കേസല്ല. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇവിടെ എടുക്കുന്ന ജാഥ നടത്തിയാൽ കേസ്. ഈ മറ്റേ മൊയ്തീൻ ഉണ്ടല്ലേ, ഇത് മെയ്തീൻ, ബാങ്കിലെ തട്ടിപ്പുകാരൻ മെയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ അവിടേക്ക് ചെന്നതിന്റെ പേരിൽ ഒരു കേസ്, കരുവന്നൂർ ബാങ്കിലെ ആ പ്രശ്നത്തിന്റെ പേരിൽ. ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരായ യുവ നേതാക്കൾക്കെതിരെ 100 കണക്കിന് കേസുകൾ ഇവിടെ എടുക്കാറുണ്ട്. അങ്ങനെ എടുത്ത 11 കേസുകളാണ്. ആ കേസുകൾ ഉള്ളതുകൊണ്ടാണ് അത്രേ. അപ്പൊ 11 കേസുകളുള്ള ഇയാളെ പോലീസുകാർക്ക് എന്തും ചെയ്യാമെന്നാണ്. എന്താണോ താനൊക്കെ വിചാരിച്ചത്? ഇതെന്താ കേൾക്കുന്ന ആൾ മുഴുവൻ നിന്നെ പോലെ പൊട്ടന്മാരാണോ? ഇത് ഞാൻ പറയുന്നതല്ല, മാതൃഭൂമി എഴുതി വെച്ചതാണ്. മാതൃഭൂമി വെറുതെ എഴുതി വെച്ചതല്ല. ഇന്നലെ നിയമസഭയിലെ ഈ മനുഷ്യന്റെ ഈ തോന്നിവാസങ്ങൾ, ഈ മനുഷ്യന്റെ ധിക്കാരങ്ങൾ, ഈ മനുഷ്യന്റെ ഈ ക്രൂരതകൾ, ഈ മനുഷ്യന്റെ ഈ നെറികേടുകൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അടുത്ത കാര്യം, നാലാമത്തത്, പ്രതിപക്ഷം ചോദിക്കുകയാണ്, മൂവാറ്റുപുഴയിൽ ബാറ്ററി വിറ്റയാളെ ബാറ്ററി മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. ഇയാള് ബാറ്ററി മോഷ്ടിച്ചതുകൊണ്ടൊന്നുമല്ല, തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാളെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു. അയാൾക്കൊപ്പം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അയാൾ ജീവച്ഛവമായി കഴിയുകയാണ് കേട്ടോ. മുഖ്യമന്ത്രി പറയുന്നത്, ബാറ്ററി കാണാതായ സംഭവത്തിൽ CCTV ദൃശ്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വീട്ടിലെത്തിയ പോലീസിനോട് അദ്ദേഹം സഹകരിച്ചില്ല. അതോടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, പിന്നെ അവിടെ വെച്ച് ഇടിച്ചു. നല്ലതാണ്. ഇത്രയുമാണ് മാതൃഭൂമി ഒരു ചുരുക്കം എന്നുള്ള രീതിയിൽ. ഇത് ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെ ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഈ പറയുന്ന അതിക്രൂരമായ ഇദ്ദേഹത്തിന്റെ ഈ നെറികേടുണ്ടല്ലോ, അതിന്റെ ഒരു ടിപ്പ് മാത്രമാണ് ഇത്. ഇതേപോലെയാണ് പ്രതിപക്ഷം ഉന്നയിച്ച
10 20 ആരോപണങ്ങളല്ല, തെളിവുകളോടെയുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് മുഖ്യമന്ത്രി വളരെ വളരെ എന്താ പറയാ പുച്ഛത്തോടെ, അവജ്ഞയോടെ, പുച്ഛത്തോടെ മറുപടി പറഞ്ഞത് പോലീസുകാർ ഒന്ന് അതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, എന്റെ പോലീസുകാർ നല്ലവർ. മരിച്ചുപോയവരൊക്കെ വല്ല ഹൃദ്രോഗമോ പിത്താശയത്തിലെ കല്ലോ അതുകൊണ്ടൊക്കെ മരിച്ചതാണ്, അല്ലാതെ പോലീസ് മർദ്ദനമല്ല. മാതൃഭൂമിയുടെ ഉള്ളിൽ വളരെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഉള്ളിലെ പേജിൽ ഏത് പേജിലാണ്? 5-ാം പേജില് സുജിത്ത് കേസുകളിലെ പ്രതി എന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച പോലീസിന്റെ കസ്റ്റഡി മർദ്ദന വിവരങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മർദ്ദനമേറ്റവരിൽ പലരും കേസിലെ പ്രതികളായി. കേസിലെ പ്രതികളല്ലാത്ത ആൾക്കാരെ പോലും ഇയാൾ കേസിലെ പ്രതികളാക്കി കള്ളത്തരം പറഞ്ഞു, നിയമസഭയിൽ കള്ളത്തരം പറഞ്ഞു. ഇതാണ് ഇതിൽ പറയുന്നുണ്ട് ആ കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജോയൽ 5 മാസം കഴിഞ്ഞാണ് മരിച്ചത് എന്നാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത്. ജോയലിന്റെ KK കുഞ്ഞമ്മ, ജോയലിന്റെ പിതൃസഹോദരി പറയുന്ന വാക്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് തനിക്കള്ളമാണ് എന്ന് ഈ ജോയലിന്റെ സഹോദരി പറയുന്നു. പിന്നീട് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വലിയ വാർത്തയാണ് ഇത് പറയുന്നു. കോവിഡ് കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചതിനും, അതായത് VD സതീശൻ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടോ, അതായത് കോവിഡ് കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചതിനും ഇന്ധനവില വർധനയ്ക്കെതിരെ റോഡ് ഉപരോധിച്ചതിനും ഒക്കെയാണ് കേസുകൾ. അതായത് ഈ പറയുന്ന സുജിത്തിനെതിരെ 11 കേസുകൾ ഉണ്ട് എന്ന് ഈ അധവൻ പറയുമ്പോ നമ്മൾ വിചാരിക്കും ഈ 11 കേസുകൾ എന്ന് പറഞ്ഞാൽ വല്ല സ്ത്രീപീഡന കേസോ അല്ലെങ്കിൽ ബലാത്സംഗ കേസോ അതല്ലെങ്കിൽ ഭവനഭേദന കേസോ അടിപിടി കേസോ ഒക്കെയാണെന്ന്. ഈ കേസുകൾ എന്താണെന്ന് അറിയോ? അതായത് കോവിഡ് കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചത്, ഇന്ധനവില വർധനയ്ക്കെതിരെ റോഡ് ഉപരോധിച്ചത്, ഇതൊക്കെയാണ് കേസുകൾ. ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ കരുവന്നൂർ കേസിലെ മെയ്ദിന്റെ വീട്ടില് ഈ റെയ്ഡ് നടന്നപ്പോൾ അവിടെ ഓടിച്ചെന്നതിന് ഇതിനൊക്കെയാണ് കേസ്. എന്നിട്ട് പറയാണ് ഈ 11 കേസുകൾ ഇയാളെ ക്രിമിനൽ ആക്കുകയാണ് എന്ന് പറയാൻ പോലീസ് ചെയ്തത് ശരിയാണെന്ന് സമർത്ഥിക്കുകയാണ് ഈ പറയുന്ന കാരണഭൂതം. അപ്പോഴാണ് KV അബ്ദുൽ ഖാദർ, തൃശ്ശൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞെന്താണെന്നറിയോ? പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കാന്ന് ചോദിച്ചത്. ഇമ്മാതിരി 11 കേസുകളുള്ള ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് ബിരിയാണി വാങ്ങിക്കൊടുക്കോ, പോലീസ് ഒഴിയോ എന്നൊക്കെയാണ് ഈ പറയുന്ന വേറൊരു അർത്ഥമൻ ചോദിച്ചത്. വെട്ടാവളിയൻ തൃശ്ശൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി. ഇയാളേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചോക്കെ. ഒരു കൊടും പീഡനം പോലീസ് സ്റ്റേഷൻ നടന്നിട്ട് ഒളുപ്പമാനില്ലാതെ മയക്ക് കെട്ടിട്ട് ഇളിച്ച് ചോദിക്കുകയാണ്, പോലീസുകാർ പിന്നെ ബിരിയാണി വാങ്ങിക്കൊടുക്കോ, പോലീസുകാർ പിന്നെ തല്ലി ചതക്കുമെന്ന് കേൾക്കുമ്പോ ഈ കയ്യടിക്കുന്ന കുറെ അടിമ കൂട്ടങ്ങളും. ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ കണ്ടാലേ ഞെട്ടിപ്പോവുകയാണ് ചെയ്യുക. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളിനി ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും. ഏതാനും മാസങ്ങളല്ലേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവും. പക്ഷെ അത്രയും മാസം കൂടി കഴിയണ്ടേ? ഈ പറയുന്ന നെറികെട്ട മനുഷ്യ മൃഗങ്ങളുടെ കൂടെ നമുക്ക് ഇനി ഒരു 6-7 മാസം കൂടി കഴിയണ്ടേ കൂട്ടരെ? ഇതിന്റെ ഇടയ്ക്ക് എത്ര പേരെ ഇനിയും ഇവര് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊല്ലാക്കൊല ചെയ്യും? എത്ര പേരെ പിടിച്ചുകൊണ്ടുപോയി ഇല്ലാത്ത കേസ് കൊടുക്കും? ആർക്കും ആരെയും എവിടെ വെച്ചും എന്തും ചെയ്യാമെന്നൊരവസ്ഥ. അതാണ് കേരളത്തിലുള്ളത്. തൽക്കാലം ഈ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പോലീസുകാർ, വിജയന്റെ പോലീസ്, ഇടിപ്പോലീസ് പിടിച്ചുകൊണ്ടുപോയില്ല എങ്കിൽ ബാക്കി തുടർ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.